ഫവസെ CPM-ന്റെ ഇപ്രാവശ്യത്തെ ഒരു നാണം കെട്ട തോൽവിക്ക് ശേഷവും പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് തെരഞ്ഞെടുക്കാനായിട്ട് വോട്ടെടുപ്പ് വരെ നടത്തേണ്ടി വന്ന ആഹ്, പരിഹാസ്യമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയത്. ഇത്രയും നാള് കഴിഞ്ഞിട്ടും ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിട്ടും സ്റ്റിൽ പാർട്ടി കമ്മിറ്റികളിൽ ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യം തോൽവിയെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ്. ഉം. ഇപ്പൊ ഒരുപാട് വിഷയങ്ങൾ ED ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ വന്നതിൽ വിമർശനങ്ങൾ ഏറെയാണ് നിൽക്കുന്നത്. ഇപ്പൊ പുതിയൊരു പാർട്ടിയുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ തോൽവിയിൽ അന്വേഷണ കമ്മീഷനൊക്കെ അവർ വെച്ച് കഴിഞ്ഞു. പല CPM കോട്ടകളിലും എങ്ങനെ തോറ്റു എന്നറിയാൻ വേണ്ടി അന്വേഷണ കമ്മീഷനൊക്കെ അവർ വെച്ച് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ പുതിയൊരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് പിണറായിയെ തോൽപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് PR ഏജൻസികളാണെന്നുള്ളതാണ്. ഈ PR കമ്പനിക്കാർക്കെതിരെ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നിരിക്കുന്ന ഒരു ആവശ്യം. അതിനവർ പറയുന്ന റീസൺ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. കാരണം TV കമ്പനിയുടെയൊക്കെ ഒരു പരസ്യം പോലെ പിണറായി വിജയന്റെ മാത്രം ഫോട്ടോ വെച്ച് ലോകം മൊത്തം ഫ്ലെക്സ് അടിച്ച് വെക്കുന്ന ഒരു പ്രചരണ രീതി അതൊരു ഒരുപാട് അന്യം നിന്ന് പോയ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോയ ഒരു പ്രചരണ രീതിയാണ്. അപ്പൊ അത്തരത്തിലൊരു പ്രചരണ രീതി പിണറായി വിജയനോട് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് ഇപ്രാവശ്യം അദ്ദേഹത്തിനെ കൂടുതൽ പരിഹാസ്യനാക്കി മാറ്റിക്കൊണ്ട് PR ടീം അത്തരത്തിൽ നടത്തിയ ഒരു PR ടീമിനൊക്കെ കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു രീതി തെരഞ്ഞെടുക്കാമായിരുന്നു. അതിന് പകരം ഇത്തരത്തില് ഫോട്ടോ പ്രചരണം മാത്രം നടത്തിയത് PR കമ്പനി മനഃപൂർവ്വം പിണറായി വിജയനെ ചതിച്ചതാണെന്നാണ് സഖാക്കളുടെ കണ്ടെത്തല്. അപ്പൊ PR ടീമിനെതിരെ അന്വേഷണം വേണമെന്നാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നിരിക്കുന്ന ഒരു ആവശ്യം. ഉം. അതായത് നിങ്ങൾ എന്നെ തോപ്പിച്ചതാ, ഞാൻ അല്ലാണ്ട് എന്റെ കുഴപ്പം കൊണ്ട് തോറ്റതല്ല. നിങ്ങൾ ഇങ്ങനെ PR ടീം പറഞ്ഞു, ഫോട്ടോ വെക്കാൻ പറഞ്ഞു, എന്റെ ഫോട്ടോ വെപ്പിച്ച് നിങ്ങളാണ് ഉത്തരവാദികൾ. നിങ്ങൾ ഞാൻ 10 വർഷം ഭരിച്ചതൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ PR ടീമാണ് തോപ്പിച്ചതെന്നാണ് ഇപ്പോഴത്തെ പുതിയൊരു കണ്ടുപിടുത്തം. ഇതിൽ എന്താണ് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം CPM ഇക്കാര്യം പറഞ്ഞതോട് ഞാൻ യോജിക്കുന്നുണ്ട്. പിണറായി വിജയൻ തോൽക്കാനുള്ള നല്ലൊരു ശതമാനത്തിന് കാരണം ഈ PR ഏജൻസികൾ തന്നെയാണ്. കാരണം ഇത് ഇന്നലെ പറഞ്ഞല്ല, 2024 ഒക്ടോബറിൽ CPM-ന്റെ ഒരു ഏരിയ കമ്മിറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് വലിയ വിവാദം ഉണ്ടായ ഒരു സംഭവമായിരുന്നു. ഈ എന്താ പറയുക, മലപ്പുറം ജില്ലയിൽ ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത്, അതേപോലെ ദേശദ്രോഹ പ്രവർത്തനം, കുഴൽപ്പണം, ഇതിൻ്റെയൊക്കെ പ്രഭവ കേന്ദ്രം മലപ്പുറം ജില്ലയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് ദ ഹിന്ദു എന്ന് പറഞ്ഞ പത്രത്തിനാണ് കൊടുത്തത്. അപ്പം അദ്ദേഹം അല്ല ഡയറക്റ്റ് കൊടുത്തത്, അദ്ദേഹത്തിൻ്റെ PR ഏജൻസികൾ, അദ്ദേഹത്തിന് തൊട്ടപ്പുറത്ത് PR ഏജൻസി ഇരിക്കുന്നുണ്ട്, അവരാണ് ഈ സാധനം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. ഇത് പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ല, ആളത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവരാണ് കൊടുത്തത്. അത് സത്യമാണത്. കാരണം എന്താ പറയുക, അതിൻ്റെ ഫോട്ടോസ് അടക്കം വന്നായിരുന്നു. മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പിന്നെ ആരത് കൊടുത്തു എന്നുള്ള അന്വേഷണം പോയപ്പോൾ പറഞ്ഞത് PR ഏജൻസികൾ കൊടുത്തതാണ്. അവർ പിന്നീട് അതിനെ ന്യായീകരിച്ച് പറഞ്ഞത് അവർക്ക് തെറ്റ് പറ്റിയതാണെന്നുള്ള രീതിയിലാണ്. അപ്പം ഇതിന് പിന്നിൽ ഇപ്പം ഏതൊരു മന്ത്രി എടുത്തു കഴിഞ്ഞാലും MLA എടുത്തു കഴിഞ്ഞാലും അവരൊക്കെ പിന്നിൽ മാധ്യമപ്രവർത്തകരുണ്ടാവും. ഇപ്പം എന്താ പറയുക, ഇത്രയും കാലം മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം വിളിക്കുമ്പം കണ്ടന്റ് എഴുതി കൊടുത്തിരുന്ന ആൾ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. ജോൺ ബ്രിട്ടാസ് പിന്നീട് രാജ്യസഭയിലോട്ട് പോകുമ്പം ആ വേക്കൻ്റ് അവിടെ വരുന്നു. പിന്നീട് അന്ന് ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഏറ്റെടുത്തത് ദ കൈസൺ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഏറ്റെടുത്തത്. കൈസൺ കമ്പനിയാണ് പിണറായി വിജയൻ്റെ കൂടെ അന്നായിരുന്നതും അതിനുള്ള സാധനങ്ങൾ കൊടുത്തൊക്കെ. അപ്പോൾ CPM പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. പിണറായി വിജയൻ്റെ ഈ തോൽവിക്ക് നല്ല ശതമാനം ഉത്തരവാദിത്വം ചാർത്തപ്പെടേണ്ടത് ഈ പറഞ്ഞ പോലെ PR ഏജൻസികളാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ PR ഏജൻസിക്ക് അന്നേ ഇവർ CPM പറഞ്ഞതാണ് അവരതൊന്ന് മാറ്റണം, അവർക്കിത് അന്വേഷണം വേണം എന്നുള്ളത് CPM പറഞ്ഞതാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രി ഇവരെ അന്ധമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. പാർട്ടി അണികളെ ഒഴിവാക്കി ഈ PR കമ്പനികളെ വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോദിയുടെ 2014 ചായ് പി ചർച്ച, പ്രശാന്ത് കിഷോറിൻ്റെ ഇതേപോലെ IPAC എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി വെച്ചൊരു ചർച്ചയായിരുന്നത്. അപ്പം ഇത് ഈ PR എന്ന് പറഞ്ഞാൽ പബ്ലിക് എന്താ പറയുക, ജനങ്ങൾക്കിടയിൽ നമ്മളെ ഇമേജ് കൂടുക, പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ബന്ധം, ജനങ്ങൾക്കിടയിൽ ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിൽ അന്തർധാര ഇല്ലാണ്ടാക്കുക, ആ ഒരു ബന്ധം ഊഷ്മളമാക്കുക എന്നുള്ളൊരു കടമ്പയാണ് ഇവർ ചെയ്യുന്നത്. അതിന് വേണ്ട വെറൈറ്റി പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുക, എവിടെയൊക്കെ ആരൊക്കെ കരയണം എന്നുള്ളത്. ഇപ്പോൾ മോദിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നെറ്റിൽ ഇങ്ങനെ പൈസ വെച്ചിട്ടുള്ള ഓരോ പരിപാടി. അപ്പോൾ ഇതെല്ലാം വൺ പ്ലാനഡ് ആണ്. ഇപ്പം നമ്മൾ പല നേതാക്കന്മാരും ഓരോ സ്ഥലത്ത് പോയി കണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഷാഫി പറമ്പിലും അല്ലെങ്കിൽ ബാക്കി നേതാക്കന്മാരൊക്കെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഷാളിട്ട് കൊടുക്കും. ഞാൻ ഷാഫി പറമ്പ് ജസ്റ്റ് ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം ഇതിന് പിന്നിലൊക്കെ കൃത്യമായിട്ടുള്ള ആംഗിൾ നമ്മൾ എടുക്കും. ഇപ്പം ഞാനും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായിട്ടും കൺസൾട്ടൻ്റായിട്ടും വർക്ക് ചെയ്തതാണ് PR വർക്കിലൊക്കെ. ഇതിൽ ചെയ്യുന്നത് നമ്മൾ ആദ്യം ഇവിടുത്തെ കണക്ക് കൊടുക്കും, അവിടെ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ കണക്ക് എന്നുള്ളത്. അതിലിപ്പോൾ ക്രിസ്ത്യൻസ് ആണ് മെജോറിറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ മാറിടാൻ പോകുന്നത് ക്രിസ്ത്യൻ ആയിരിക്കും. അതിൽ തന്നെ ഏത് ലാറ്റിൻ കത്തോലിക്കാണോ RC ആണോ യാക്കോബായ ആണോ സുറിയാനി ആണോ ബെന്തക്കോസ്റ്റ് ആണോ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തതിന് ശേഷമാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഇതിന് പിന്നിലൊക്കെ വൻ പ്ലാനിങ്ങും എക്സിക്യൂഷനൊക്കെ ഉണ്ട്. അപ്പം ഇത്രത്തോളം മണ്ടനായ ഒരു ഏജൻസി എനിക്കറിയില്ല. സാധാരണ ഏജൻസികൾ സാമാന്യ ബുദ്ധി ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേജ്രിവാളിനെ ജയിപ്പിച്ചു കൊടുത്തത് IPAC ആണ്. അതേപോലെ
എന്താ പറയുക, മമതാ ബാനർജിൻ്റെ ഐപാക്കാണ് ചെയ്തത്. MK സ്റ്റാലിൻ്റെ ഐപാക്കാണ് ഏറ്റവും അവസാനമായി വിജയുടെ തമിഴ്നാട്ടിൽ വിജയുടെ ഐപാക്കാണ് ചെയ്തത്. അത് നേരിട്ട് പ്രശാന്ത് കിഷോർ ഇറങ്ങിയിട്ടാണ് ഈ സാധനം ചെയ്തു കൊടുത്തത്. പിന്നെ അതുപോലെ വരാഹ എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, ഇതേപോലെ PR ഏജൻസിയാണ്. അവരാണ് സ്വാഭാവികമായിട്ടും BJP ഒക്കെ ചെയ്യാറുള്ളത്. വരാഹ കേരളത്തിൽ ഈ ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ചെയ്തതൊക്കെ വരാഹയാണ്. അപ്പം എൻ്റെ കൂട്ടുകാരനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. പിന്നീട് ഐപാക്ക്, അതേപോലെ ഇൻക്ലൂസീവ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഡയറക്റ്റ് അവർ നടക്കുന്ന PR ഏജൻസിയാണ്. അപ്പം അത് ഈ പറഞ്ഞ പോലെ സുനിൽ കനകോലാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. മുമ്പ് പ്രശാന്ത് കിഷോറിനൊപ്പം വർക്ക് ചെയ്ത ഒരു നേതാവാണ് സുനിൽ കനകോലും. അപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കന്മാരൊക്കെ കൂടിയിട്ടാണ് ഈ സാധനം എഴുതി കൊടുക്കാറുള്ളത്. പക്ഷേ പിണറായി വിജയൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം എനിക്കറിയില്ല ആരാണ് ഈ ഹയർ ചെയ്തതെന്നുള്ളത് അറിയില്ല. സ്വാഭാവികമാണ്, നമ്മളിതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ നമ്മുടെ PR നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിക്കണം. അതിനു വേണ്ടി ചെയ്യുന്ന സാധനമാണ് ഇതൊക്കെ. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ടൻ ആൾക്കാരെ അല്ലെങ്കിൽ അന്ധമായി വിശ്വസിക്കുക, നമ്മൾ ഇപ്പം നീ എനിക്കൊരു സാധനം എഴുതി തരികയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനത് വായിച്ചു നോക്കണം. എൻ്റെ പോളിസിക്കോ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ ഐഡിയോളജിക്കോ എതിരാണെന്നുണ്ടെങ്കിൽ ഞാനത് കൊടുക്കാൻ പാടില്ല. എല്ലാം അന്ധമായ ഒരു പാർട്ടിയെ ഒരു PR ഏജൻസിയെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പം മമതാ ബാനർജി ഏറ്റെടുക്കുന്ന പ്രശ്നം സെയിം സാധനമാണ്. മമതാ ബാനർജിയോട് പാർട്ടിക്കാർ പറഞ്ഞത് നിങ്ങളെല്ലാം ഐപാക്കിനെ ഏൽപ്പിച്ചു, പാർട്ടിക്കാർക്ക് അവിടെ യാതൊരുവിധ റോളും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഈ തോൽവി മമതാ ബാനർജിയുടെ മാത്രം തോൽവി എന്നുള്ളത് പറഞ്ഞു. അതെ, ഉറപ്പായിട്ടും. ഇപ്പൊ പറയുന്നത് പോലെ PR ഏജൻസികൾ ചെയ്തത് ഒരുപാട് വഴികൾ ഇവർക്കുണ്ടായിട്ടും, ഇപ്പോൾ ഫവാസ് പറഞ്ഞതുപോലെ ഒരുപാട് ടാക്ടിക്കുകൾ ഇവർക്കുണ്ട്. എന്നിട്ടും ഈ കൈസൺ എന്ന് പറയുന്ന പർട്ടിക്കുലർ PR ഏജൻസി പിണറായിക്ക് വേണ്ടി ഇപ്രാവശ്യം ഇറക്കിയത് ആകെ ഒരു കാര്യമാണ്, ആ ഫോട്ടോ മാത്രം. അതായത് അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ട് എല്ലാവരും കുത്തിക്കോളും എന്നുള്ള, അതായത് വോട്ട് കുത്തിക്കോളും എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം അല്ലെങ്കിൽ പിണറായി വിജയനെ ഒരു സംഭവമാക്കിയിട്ട് അവരങ്ങോട്ട് ഉയർത്തി അങ്ങ് കാണിച്ചു. അവർക്ക് എന്തായാലും ഈ ഒരു 10 വർഷ കാലയളവിലെ ഒരു പ്രവർത്തനങ്ങളും മൊത്തത്തിലുള്ള വന്ന വിമർശനങ്ങളും വിവാദങ്ങളും എടുത്ത് നോക്കിയാൽ സാമാന്യ ബോധമുള്ള ഒരാൾക്ക് അറിയാൻ പറ്റും. പിണറായി വിജയന്റെ മുഖം കണ്ടാല് ഇപ്പൊ മേയർ ആര്യനെ മാറ്റി നിർത്തിക്കൊണ്ട് തിരുവനന്തപുരം പിടിക്കാൻ നോക്കിയതുപോലെ, അല്ലെങ്കിൽ ശൈലജ ടീച്ചറെ മുൻനിർത്തിക്കൊണ്ട് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് നേരിടണം എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു സാമാന്യം ബുദ്ധി പോലും ഒരു PR ടീമിന് ഇല്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. അത്തരം സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ സഖാക്കൾ മാത്രമല്ല, കേരളം മുഴുവൻ വിലയിരുത്തിയ ഒരു കാര്യമാണ്. പിണറായി വിജയനെ ഒന്ന് മാറ്റി നിർത്തി ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലെങ്കിലും ഒരു പ്രചരണ തന്ത്രം പ്രയോഗിച്ചിരുന്നെങ്കിൽ ഇത്രയും നാണം കെട്ടൊരു തോൽവിയിലേക്ക് പോകില്ലായിരുന്നു. അപ്പൊ എല്ലാവർക്കും ബേസിക്കായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് പിണറായി വിജയനെ മാറ്റി നിർത്തണം എന്നുള്ളത്. അതിന് പകരം ഈ PR ടീം പറഞ്ഞ് ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയത് പിണറായിയുടെ ഫേസ് മാത്രം മതി നമുക്ക് PR അല്ലെങ്കിൽ പ്രചരണത്തിന്, ആ മുഖം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വന്ന് കുത്തിക്കോളും എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയൊക്കെയോ അദ്ദേഹത്തെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ ഫോട്ടോ മാത്രം കേരളത്തിൽ ഉടനീളം അങ്ങോട്ട് ഇറക്കി കൊടുത്തു. അതിന് ശേഷം ചെയ്ത കണക്കുകൾ അല്ലെങ്കിൽ ഇവർ ചെയ്യിപ്പിച്ച വഴികളെല്ലാം പുറത്ത് വന്നു കഴിയുമ്പോൾ ജനങ്ങളെ കൂടുതൽ എതിരാവുക ചെയ്തത്. ഇപ്പൊ 17 പത്രങ്ങൾക്കാണ് ഫുൾ പേജ് ജാക്കറ്റ് പരസ്യങ്ങൾ കൊടുത്തത്. അതിന് മാത്രം ചെലവായത് 12 കോടി രൂപയാണ്. അതിനുശേഷം ഔട്ട്ഡോർ പബ്ലിസിറ്റി 14.5 കോടി, ഡോക്യുമെന്ററി നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 5 കോടി, പരസ്യത്തിന് വേണ്ടിയിട്ട് സർക്കാർ സെർവറുകളുടെ അറ്റകുറ്റപ്പണിക്കും കൂടി വേണ്ടിയിട്ട് 2.5 കോടി രൂപ. പിണറായി വിജയന്റെ മുഖം വെച്ചുള്ള 600 കൂറ്റൻ ഹോൾഡിങ്സ് ആണ് ഈ PR കൊടുത്തത്. അതിന് മാത്രം 10 കോടി രൂപയാണ് ചെലവ് വന്നത് ഈ ഇലക്ഷൻ ടൈമിൽ. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ 100 മീറ്റർ അകലത്തിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഈ 100 മീറ്റർ അകലത്തിൽ ഈ പറയുന്ന വേറെ ഒരു പ്രചരണ കാര്യങ്ങളും ഇല്ല. പിണറായി വിജയന്റെ മുഖം മാത്രം, മറ്റാരുമില്ല എന്നവരങ്ങ് തെളിയിച്ചു. 2500 KSRTC ബസ്സുകളിലും 1000 ദീർഘദൂര ബസ്സുകളിലും പിണറായി വിജയന്റെ മോന്ത പതിപ്പിച്ചതിനുമായി 2.5 കോടി രൂപ. പറയുന്ന പോലെ ഈ PR ടീം വേറെ എന്താണ് ചെയ്തതെന്ന് ഫവാസ് ചോദിച്ചത് സത്യമാണ്. ഈ ഫോട്ടോ പല രീതിയിൽ എവിടെയൊക്കെ പതിപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഈ ഫോട്ടോയിൽ എല്ലാം കിട്ടും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ഏറനാട് പരശുറാം ട്രെയിനുകളിൽ മാത്രം പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചത് 10 ലക്ഷം രൂപയിലാണ്. എന്തുകൊണ്ടോ ട്രെയിനിൽ കുറവായിരുന്നു വെച്ചത്. മെട്രോ പില്ലറുകളുടെ 75 ബോക്സ് പരസ്യം 35 ലക്ഷം രൂപ കൊടുത്തിട്ട്, 5 ട്രെയിനുകളില് ബോഗിക്കകത്ത് റാപ്പി പരസ്യം കൊടുത്തു 60 ലക്ഷം രൂപയ്ക്ക്. 16 റെയിൽവേ സ്റ്റേഷനിൽ 102 LED ഡിസ്പ്ലേ പിണറായി വിജയന്റെ ഫോട്ടോ തന്നെ. ഇവിടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ ഫോട്ടോയാണ് ഈ പരസ്യം എന്ന് പറയുന്നത്. 23 ജിങ്കിൾസ് 16 റെയിൽവേ സ്റ്റേഷൻ 102 LED ഡിസ്പ്ലേ 8 കോടി രൂപയ്ക്കാണ് വെച്ചത്. ഇവർക്ക് പറയാനായിട്ട് പ്രചരണ ആയുധങ്ങളായിട്ട് വേറെ ഫോട്ടോസോ അല്ലെങ്കിൽ ഒന്നുമില്ല. പിണറായി വിജയന്റെ മറ്റേ ആ ഫോട്ടോ ഉണ്ടല്ലോ, ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള ആ ഫോട്ടോയാണ് LED വെച്ചിട്ട് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. 23 പരസ്യ നിർമ്മാണത്തിന് മാത്രം 5.5 കോടി. സോഷ്യൽ മീഡിയ പ്രചരണത്തിന് ഒരു ജില്ലയ്ക്ക് 73 ലക്ഷം രൂപ വെച്ച് 14 ജില്ലയ്ക്ക് വരുമ്പോൾ 10 കോടി അതിൽ മുകളിൽ വരും. പിന്നെ സോഷ്യൽ മീഡിയ പ്രചരണം മെറ്റീരിയലിൽ മാത്രം 2 കോടി രൂപ വന്നിട്ടുണ്ട്. ചാനൽ യൂട്യൂബ് പരസ്യങ്ങൾക്ക് 37 കോടി രൂപ, റീൽസ് നിർമ്മാണത്തിന് 3 കോടി രൂപ, ഡ്രോണിന്
ഡ്രോണുകൾക്ക് പോയത് 2 കോടി രൂപ. മോഹൻലാലിന്റെ ഇന്റർവ്യൂ പരസ്യം 11.5 ലക്ഷം രൂപ. അതായത് അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ കൂലി അത് എത്ര കോടിയാണെന്ന് വെച്ചാൽ അത് വേറെ. പരസ്യ നിർമ്മാണത്തിന് മാത്രം 11 ലക്ഷം എന്നാണ് പുറത്ത് വന്നത്. അതായത് പ്രോട്ടോകോൾ നമ്മുടെ ഒരു ഇലക്ഷൻ പ്രോട്ടോകോൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്ര ലക്ഷമേ ചെലവാക്കാൻ പാടുള്ളൂ എന്നുണ്ട്. പക്ഷെ പിണറായി വിജയന് വേണ്ടിയിട്ട് പ്രചരണത്തിന് വേണ്ടിയിട്ട് ഈ പ്രസ്തുത PR ടീം ചെലവഴിപ്പിച്ചത് ഇത്രയും കോടികളുടെ കണക്ക് ഇപ്പൊ തന്നെ പുറത്ത് വന്നു. ഒരു 1000 കോടി ആസ്തിയുള്ള ഒരു CPM എന്ന് പറയുന്ന കമ്പനിയുടെ മുതലാളിയാണ് ഈ പറയുന്ന പിണറായി വിജയൻ. CPM ഒരു കമ്പനി ആക്കി മാറ്റിയല്ലോ 10 വർഷം കൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മാത്രം ഈ അച്ചയൻസ് ഗോൾഡിന്റെ പരസ്യം കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ ഞാൻ കളിയാക്കിയതല്ല, പക്ഷെ അച്ചയൻസിന്റെ മോഡൽ അച്ചായന് തന്നെയാണ്. ടോണി അച്ചായനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അദ്ദേഹം തന്നെ മോഡലായി അദ്ദേഹത്തിന്റെ തന്നെ ഫോട്ടോ വെച്ച് വലിയ വലിയ ഫ്ലെക്സുകൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കാണാം. ഏറ്റുമാനൂർ അമ്പലത്തിൽ അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് വെച്ച് തന്നെ സംബന്ധിച്ചൊക്കെ സംഘികൾക്കിടയിൽ കുരുപൊട്ടലുകളൊക്കെ ഉണ്ടായി. അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ചയൻസ് ഗോൾഡിന്റെ മോഡൽ അച്ചായൻ തന്നെയാണ്, അതിന്റെ ഓണർ തന്നെയാണ്. അതുപോലെ CPM എന്ന് പറയുന്ന കമ്പനിയുടെ പ്രചരണ മോഡലായത് പിണറായി വിജയൻ തന്നെയായിരുന്നു. PR-കാര് ഇപ്പൊ ഞാൻ പറഞ്ഞ കണക്കിൽ എല്ലാം പരസ്യം വെച്ചു എന്ന് പറഞ്ഞിട്ട് കോടികളുടെ കണക്ക് പറഞ്ഞു. ഈ പരസ്യം എന്ന് പറയുന്നത് CPM-ന്റെ ഒരു മുദ്രാവാക്യമോ അല്ലെങ്കിൽ CPM-ന്റെ നേട്ടങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഫുൾ പേജ് പരസ്യം ഉൾപ്പെടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വരെ ആകെ ഒരു പരസ്യ മോഡൽ ഉണ്ടായിരുന്നു. അച്ചയൻസ് ഗോൾഡിൽ അച്ചായൻ പരസ്യത്തിൽ അഭിനയിക്കുന്നത് പോലെ CPM കമ്പനിയുടെ പ്രചരണ തന്ത്രം അല്ലെങ്കിൽ മൊത്തത്തില് കേരളം പിടിച്ചത് ആ ഒരൊറ്റ ഫോട്ടോയിലായിരുന്നു. ആ പിടിച്ചതിന് എന്തായാലും ഫോട്ടോയിൽ PR തന്ത്രങ്ങളുടെ ആ ഫോട്ടോയുടെ പരസ്യം ചെലവാക്കിയതിന്റെയൊക്കെ ആകത്തുകയായിരിക്കാം 35 സീറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് നാണം കെട്ടൊരു തോൽവിയിലേക്ക് വന്നത്. അപ്പൊ ഉറപ്പായിട്ടും പറഞ്ഞതുപോലെ PR ടീം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണോ ഇത് ചെയ്തത്? കൃത്യമായിട്ടും ഇദ്ദേഹത്തെ തോപ്പിക്കുക അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു പണി കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണോ? ഫവാസ് പറഞ്ഞതുപോലെ അണികളെക്കാളും കൂടുതൽ ആ മനുഷ്യൻ PR ടീമിനെ വിശ്വസിച്ചു. അവര് നല്ല രീതിയിൽ താങ്കൾ രജനീകാന്ത് ആണെന്ന് പറഞ്ഞിട്ട് പൊക്കിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കോട്ടയിൽ അദ്ദേഹം രജനീകാന്തിനെ പോലെ നടന്നിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഒരു ഇമേജിൽ പുള്ളിക്കാരന്റെ ഫോട്ടോ എല്ലായിടത്തും ഇപ്പൊ പറഞ്ഞ പരസ്യത്തിന്റെ ഫുൾ കണക്കിലും പുള്ളിയുടെ ഫോട്ടോയാണ് പരസ്യം എന്ന് പറയുന്നത്. വേറെ എന്താണ് ഇവർക്ക് പരസ്യം ചെയ്യാനുണ്ടായിരുന്നത്? ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈസൺ ടീം തന്നെയാണ്. അപ്പം ഐശ്വര്യ ഓർക്കുന്നുണ്ടാവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം. ഇത് പൂഴ്ത്തി വെച്ചാൽ ബന്ധപ്പെട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് പുറത്തു വിടുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്ന കാലത്താണ്. അതിനുവേണ്ടി PR ടീം ചെയ്തത് ഈ കൈസൺ കമ്പനിയാണ്. അത് എത്രത്തോളം എഫക്റ്റ് ആയി എന്നാണ് എല്ലാവരും കണ്ടത്. അത് മാത്രമല്ല, ഈ സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ഇവരാണ് എല്ലായിടത്തും A to Z കാര്യങ്ങൾ പിണറായി വിജയനെ നോക്കിക്കൊണ്ടിരുന്ന ഇവരായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ഏജൻസികൾ ഒഴിവാക്കിയിട്ട് പാർട്ടിക്കാരെ വെച്ചിരുന്നാൽ പോലും ഇത്രത്തോളം വലിയ തിരിച്ചടി ഉണ്ടാവില്ലായിരുന്നു. പാർട്ടിക്കാർക്ക് അറിയാം, ഗ്രൗണ്ട് താഴെത്തട്ടുള്ള പാർട്ടികളെ അനുയായികൾ വിളിച്ച് അവരോട് ചോദിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞുതരും ജയിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാണാറുണ്ട്. കർണാടകയിലും ഹരിയാനയിലും യു പിയിലില്ല, ഹരിയാനയിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രക്രിയ എന്ന് പറഞ്ഞാൽ BJP ഇലക്ഷന് നേരിടാൻ 1 വർഷം ബാക്കി നിൽക്കെ പെട്ടെന്ന് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട് വേറെ ഒരാളെ കൊണ്ടുവരും. കാരണം അവർ നടത്തിയ സർവേയിൽ അവർക്ക് മനസ്സിലാവും ഈ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഇടിഞ്ഞിട്ടുണ്ട്, ഇയാൾ ഇനി നിർത്തി കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ സാധനം ബാധിക്കാൻ പോകും. ഒരു സ്വാഭാവികമായിട്ടും ആ മുഖ്യമന്ത്രിയെ മാറ്റി വേറെ ആളെ കൊണ്ടുവരും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർക്ക് ഈ സാധനം മനസ്സിലായിട്ടില്ല. പിണറായി വിജയൻ ഇതിൽ ഇത്ര ആന്റി ഇൻകമൻസി ഉണ്ട് എന്നുള്ളത് ഇവരെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇവരെ ഏറ്റവും വലിയൊരു മനസ്സിലാവാണ്ടിരുന്നത്. മനസ്സിലായവർ കൂട്ടത്തിലുണ്ട്, പക്ഷെ അവര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ല. PR ടീമിന് മനസ്സിലായില്ല. അവർക്ക് വേണ്ടത് പൈസ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അവരിതേപോലെ അവർക്ക് വേണ്ടത് ജയിക്ക തോൽവി, ഇതൊക്കെ 2ാം സ്ഥാനം. നമ്മൾ ആദ്യം കരാർ ഒപ്പിടും. കരാറിൽ ജയിക്കോ തോൽവോ. ഇപ്പം ഐശ്വര്യനെ ഞാൻ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഞാൻ പറയും, ഞാൻ ജയിപ്പിച്ച് തരാം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ കരാർ പൈസ എത്ര വേണം, തോറ്റാലും ജയിച്ചാലും പൈസ എനിക്ക് വേണം. ആ സാധനം നമ്മൾ ഒപ്പിടും. പിന്നെ നമ്മൾ ഇത്രയും കാലം ഈ കൈസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊണ്ട് മോദിയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്രെഡിബിലിറ്റി ഇവർക്കുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ഇവർ അന്ധമായി വിശ്വസിച്ചത് ഈ പാർട്ടി, ഈ ഒരു ഏജൻസി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇത്ര നോക്കിയാൽ മതി, ഈ ഒരു ഇലക്ഷനിൽ തമിഴ്നാട്ടിലത്തെ ഫ്ലെക്സ് ശ്രദ്ധിച്ചായിരുന്നു. തമിഴ്നാട്ടിൽ വലിയ ഫ്ലെക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയ പോസ്റ്റർ ഉണ്ടായിരുന്നില്ല. പക്ഷേ വിജയ് അവിടെ ജയിച്ചത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ്. സെയിം സാധനം ഇക്കുറി BJP ചെയ്തത്. BJP ഹോളോഗ്രാം വെച്ചിട്ടുണ്ട്, വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലുപരി അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഡിജിറ്റൽ മീഡിയയും സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെയാണ് അവർ യൂസ് ചെയ്തായിരുന്നത്. സെയിം സാധനമാണ് കോൺഗ്രസ് ഇറങ്ങിച്ചെന്നു. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് TVK കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തത്. TVK മറ്റൊരു കാര്യം പറഞ്ഞ പോലെ എല്ലാവരും അടിത്തട്ടിലുള്ള, ഇപ്പം ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കാൻഡിഡേറ്റ്സ്, ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കുന്നവർ. ഇവർക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല, വലിയ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിയാം, ജനങ്ങളുടെ പൾസ് അറിയാൻ പറ്റും. അത്തരത്തിലുള്ള ആൾക്കാർ ചെയ്തിട്ട് ഒരുപക്ഷെ CPM-ന് സാധനം എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്യാമായിരുന്നു ഈ സാധനം. കാരണം വലിയ വലിയ നേതാക്കന്മാരെ മാറ്റിയിട്ട് പകരം അടിത്തട്ടിലുള്ള സാധാരണക്കാരനെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെ വോട്ട് കൺസോൾട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത്തരത്തിലുള്ള ഏത് മണ്ടൻ ആളാണ് ആ കൈസന നേരത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതെന്നല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, CPM അനുയായികൾ പറഞ്ഞതിൽ നല്ല ശതമാനം സത്യമുണ്ട്. ഉറപ്പായിട്ടും. ഇപ്പൊ TVK കാര്യം പറഞ്ഞതുകൊണ്ട് പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. TVK ദേവസ്വം മന്ത്രി
ദേവസ്വം മന്ത്രി ഒരു തമിഴ്നാട്ടിലെ ഒരു പ്രസ്തുത ആ ഒരു മെയിൻ അമ്പലത്തിൽ ചെന്നിട്ട് മാസ്ക് വെച്ചിട്ട് അദ്ദേഹം ചെന്നത്. ടി വിയുടെ ഒരു പ്രത്യേകത ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എല്ലാം പുതുമുഖങ്ങളാണ്, സാധാരണക്കാരാണ്. അപ്പൊ അവര് കയറി ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള നമ്മളിങ്ങനെ വാർത്ത് വലിയ സംഭവങ്ങളാക്കി വെച്ചിരിക്കുന്ന നേതാക്കന്മാരൊന്നും അല്ലല്ലോ. നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന പോലെ പിണറായി വിജയൻ എപ്പോഴും ടി വിയിൽ കാണുന്ന ഒരാളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാസ്ക് വെച്ച് ചെന്നപ്പോൾ അമ്പലത്തിലെ പൂജാരിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന് ആദ്യം തൊഴാൻ വേണ്ടിയിട്ട് 4000 രൂപ കൈക്കൂലിയായിട്ട് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ പിടിക്കുന്നതും ബാക്കി കാര്യങ്ങളും ഒക്കെയാണ് വാർത്തകളിലൂടെ പുറത്തു വന്നത്. അതും ടി വിക്ക് ആ ഒരു ഇലക്ഷൻ ടൈമിൽ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി നടത്തിയ വർക്കുകളിൽ ഒരുപാട് ആളുകളിൽ നിന്ന് കിട്ടിയ ഒരു പരാതിയായിരുന്നു അത്. ആ പരാതി അവർ അധികാരത്തിൽ വന്ന ഉടനെ അവർക്കത് പരിഹരിക്കാൻ പറ്റി. സാധാരണക്കാരുടെ പൾസ് അറിഞ്ഞ് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ അവർക്ക് ജനങ്ങൾക്കിടയിലേക്ക് വരാൻ പറ്റി. ആ ഒരു മുന്നേറ്റം ശരിക്കും കണ്ടുപഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഇതിവിടെ കേരളത്തിലത് നടക്കാത്തൊരു കാര്യമാണ് ശരിക്കും. ഇപ്പോൾ CPM-ന്റെ തന്നെ ഇലക്ഷൻ വർക്കിന്റെ ആ ഒരു സമയത്ത് ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പല മണ്ഡലങ്ങളിലും അവിടുത്തെ CPM നേതാവിനോട് അല്ലെങ്കിൽ ആ സമയത്തുള്ളവരുടെ MLA-യോട് അവർക്ക് വലിയ കാര്യമായിട്ടുള്ള വെറുപ്പില്ല. മീൻസ് അവര് കൂടെ നിൽക്കുന്ന ചിലരുണ്ട്, അവരോടുള്ള ഇഷ്ടം കൊണ്ട് വോട്ട് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ ഇപ്രാവശ്യം പ്രചരണത്തിന് ഇറങ്ങിയത് അവരുടെ ഫ്ലെക്സിലും കൂടുതൽ വന്നത് പിണറായി വിജയന്റെ ഫ്ലെക്സ് ആണ്. ഈ ഒരു മനുഷ്യനോടുള്ള വെറുപ്പ് തന്നെയാണ്, ഭരണവിരുദ്ധ വികാരം തന്നെ പറയാൻ പറ്റില്ല. ഈ ഒരു മനുഷ്യനോടുള്ള ഒരു പർട്ടിക്കുലർ ദേഷ്യം, കൃത്യമായിട്ടും ആ ഒരു മനുഷ്യനോടുള്ള ദേഷ്യമാണ് ഓരോ മണ്ഡലങ്ങളിലും ഇത്രയും വലിയ തോൽവിയിലേക്ക് CPM-ന് പോകാനായിട്ട്. ഞാൻ ഇരവിപുരത്ത് അതേപോലെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഇരവിപുരത്ത് CPM ഭരിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ സർവേ ഒക്കെ എടുത്തപ്പോൾ സർവേ റിപ്പോർട്ടൊക്കെ അവിടുത്തെ നിലവിൽ MLA CPM-കാരനാണ്. അയാൾക്കത് ഒരു കുഴപ്പമില്ല. ആൾക്കാരൊക്കെ പറയുന്നത് നല്ല ആളാണ്, ഒരു കുഴപ്പവും പറയുന്നില്ല. അപ്പുറത്ത് RSP നിർത്തിയത് വിഷ്ണു മോഹൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ്, ആദ്യമായിട്ട് ഇലക്ഷനിൽ മത്സരിക്കുന്നതാണ്. അങ്ങനെ ആർക്കും അറിയപ്പെടാത്ത ആ നാട്ടുകാരനല്ല, ചവറക്കാരനാണ്, പക്ഷെ മത്സരിക്കുന്നത് ഇരവിപുരത്താണ്. അപ്പം അദ്ദേഹത്തെ നിർത്തിയത്. അപ്പം ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് തോൽക്കും എന്നുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ കാരണം അടിത്തട്ടിൽ ആൾക്കാർ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, ഇയാൾ MLA അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട്, അയാളുടെ ഒരു MLA ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യുകയാണെന്ന് ഞങ്ങൾ കൺഫ്യൂഷനിലാണ്. പക്ഷെ ഞങ്ങൾ പൊതുവെ MLA-ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരാണെന്നാണ് എല്ലാവരും, നല്ല ശതമാനം ആൾക്കാർ സർവേ റിപ്പോർട്ട് എങ്ങനെ കിട്ടിയത്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ നേരെ തിരിച്ചാണ്ടായത്. ഈ ആൾക്കാരൊക്കെ MLA കൊണ്ട് യാതൊരു പ്രശ്നമില്ല, ആർക്കും MLA-നോട് വിയോജിപ്പോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷെ പിണറായി വിജയൻ എന്നുള്ള ഒരാളുടെ ലേബലിൽ നിന്നൊരു MLA ആയതുകൊണ്ട് മാത്രം അയാളോടെ പരാജയപ്പെട്ടു. ഇത് തന്നെയാണ് ഈ ഒരു ഇലക്ഷന് മൊത്തത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്.